ഹെ ഗായ്സ്, ഇന്ന് ഒരു ലൈറ്റ് കത്തത്തില്ല, പക്ഷെ ഡോട്ട് മെട്രിക്സ് ഉള്ള ഒരു ഫോണിനെ പറ്റി സംസാരിച്ചാലോ? അത് തന്നെ ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും ഞാൻ എന്തിനെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. അതെ, നത്തിങ് 3. ഈ നത്തിങ് 3 80,000 രൂപയ്ക്കാണ് നമ്മുടെ കാൽപേ വിൽക്കുന്നത്. എന്തിന്? എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കണം, എന്തിന്? അതിനുള്ള ക്വാളിറ്റി ആ ഫോണിനുണ്ടോ? അതാണ് എന്റെ ചോദ്യം. അപ്പൊ നമുക്ക് ഇന്ന് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പൊ ആദ്യം തന്നെ പറയാലോ, എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും അത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിലും എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് കമന്റ് ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കും. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നത്തിങ് ഫോൺ 2 വേരിയന്റിലാണ് ഇറങ്ങുന്നത്, ബ്ലാക്കും വൈറ്റും. ഇനി നിങ്ങൾ 12 GB 256 GB വേരിയന്റ് ആണ് എടുക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് 79,999 കിട്ടും. എന്ന് പറഞ്ഞാൽ 80,000 രൂപ. അതേസമയം നിങ്ങൾ 16 512 GB ഫോണാണ് എടുക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് 89,999 രൂപയ്ക്ക് കിട്ടും. ഇതിന്റെ ബോക്സിൽ ഹാൻഡ് സെറ്റ് ഉണ്ട്, യൂസർ ഗൈഡ് ഉണ്ട്, സേഫ്റ്റി ഗൈഡ് ഉണ്ട്, പിന്നെ 5A കേബിൾ ഉണ്ട്. പക്ഷെ അഡാപ്റ്റർ കൊടുത്തിട്ടില്ല. പിന്നെ ഈ കേബിൾ എവിടെ ഇട്ട് കുത്താനാണ്? ഒരു പ്രത്യേക സാധനം കൂടെ ഈ ബോക്സിലുണ്ട്. എന്താണെന്നല്ലേ? പ്രൊട്ടക്റ്റീവ് കേസും കൂടെ ഇതിന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി കേസ് അന്വേഷിച്ച് നടക്കണ്ട. ഇതിന്റെ ഡിസൈൻ വന്നിട്ട് 3 ക്യാമറ സെറ്റപ്പ് ആണ്. അത് മാത്രമല്ല, ഒരു വലിയ വട്ടത്തിനുള്ളിൽ നമ്മുടെ ഡോട്ട് മെട്രിക്സും അവൈലബിൾ ആണ്. അലൂമിനിയം ഫ്രെയിമാണ് യൂസ് ചെയ്തിരിക്കുന്ന. ബാക്കും ഗ്ലാസ് ആണ്, പ്ലാസ്റ്റിക് അല്ല. ബാക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന ഗ്ലാസ് വന്നിട്ട് ഗൊറില്ല ഗ്ലാസ് വിക്ടസ് ആണ്. അത് നല്ലൊരു പ്രൊട്ടക്റ്റീവ് ഗ്ലാസ് ആണ്. എന്നാൽ ഫ്രണ്ടിൽ യൂസ് ചെയ്തിരിക്കുന്ന പ്രൊട്ടക്റ്റീവ് ഗ്ലാസ് ഗൊറില്ല 7i ആണ്. അത് ഏകദേശം ഒരു മിഡ് റേഞ്ച് ഫോണുകൾക്ക് യൂസ് ചെയ്യുന്ന പ്രൊട്ടക്ഷൻ ഗ്ലാസ് ആണ്. അത് വളരെ മോശമായിപ്പോയി. ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ നിങ്ങളൊരു ഫോൺ ഇറക്കി, അത് ഇത്രയും പ്രൈസിൽ ഒരു ഫോൺ ഇറക്കുമ്പോൾ നല്ലൊരു ഡിസ്പ്ലേ തന്നെ തരേണ്ടായിരുന്നു. കാരണം ഡിസ്പ്ലേക്കാണല്ലോ പ്രൊട്ടക്ഷൻ കൂടുതൽ വേണ്ടത്. ഇതിപ്പോ ഇവര് ബാക്കിനാണ് പ്രൊട്ടക്ഷൻ കൊടുത്തത്. നമ്മൾ ഡിസൈനിന്റെ കാര്യം പറയുമ്പോൾ എടുത്തു പറയേണ്ടതാണ്, ഒരു ടച്ച് സെൻസിറ്റീവ് ബട്ടണും കൂടെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. അത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് ലോങ് പ്രസ് ചെയ്യുമ്പോഴാണ് ഈ ഡോട്ട് മെട്രിക്സ് വർക്ക് ആവാൻ തുടങ്ങുന്നത്. ഡോട്ട് മെട്രിക്സ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. സ്റ്റോപ്പ് വാച്ച് അതിൽ തന്നെ നമുക്ക് കസ്റ്റം ചെയ്യാൻ പറ്റും. ഫ്ലിപ്പ് ബോട്ടിലുണ്ട്, ടോൺ പേപ്പർ സിസറും ഓഡോ ഈവനും ഇതൊക്കെ നമുക്ക് അതിൽ കസ്റ്റമൈസ് ചെയ്യാം. പിന്നെ ഒരു മിറർ ഓപ്ഷൻ കൂടെ ഉണ്ട്. നമുക്ക് ആ ഒരു ബാക്കിൽ ആ ഒരു കസ്റ്റം ചെയ്ത് മിറർ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു നമ്മുടെ ഒരു മിറർ സെൽഫി പോലെ ആ സ്ക്രീനിൽ കാണാൻ പറ്റും. മേ ബി ക്യാമറ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ എങ്ങനെയാണ് ഇരിക്കുന്ന പൊസിഷൻ അറിയാനായിരിക്കും. കാരണം 3D പിക്ചർ ഒന്നുമല്ല, വളരെ ആ ഒരു മെട്രിക്സിൽ കാണിക്കുന്ന ഒരു പിക്ചറാണ്. നമ്മളാണ് എന്നുള്ളൊരു ഫീല് മാത്രമേ നമുക്ക് അവിടെ വരത്തുള്ളൂ. പിന്നെ ഒരുപാട് ലോഗോസ് ഇവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് കോണ്ടാക്റ്റിൽ അത് സേവ് ചെയ്യാം. സോ നമുക്ക് കോൾ വരെയാണ് എങ്കിൽ, ഇപ്പൊ സ്ക്രീനല്ല നമ്മൾ മറിച്ചാണ് ഫോൺ വെച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് ആ ലോഗോ ഐഡന്റിഫൈ ചെയ്ത് ഇന്ന ആള് വിളിക്കുകയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതിന്റെ വെയിറ്റ് വന്നിട്ട് 218 ഗ്രാമാണ്. തിക്നെസ് വന്നിട്ട് 9.0 mm ആണ്. പക്ഷെ അതുകൊണ്ട് തന്നെ ഫോണ് അല്പം ബൾക്കി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കണ്ടു പറയേണ്ട ഒരു നല്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് IP റേറ്റഡ് ആണ് ഫോൺ. IP68 റേറ്റഡ് ആണ്. പക്ഷേ അത് പറയുമ്പോഴും ഞാൻ പറയും, നമുക്ക് ഒരു 35 താഴെയുള്ള പോക്കോ ഓപ്ഷനിൽ IP68ഉം 69ഉം റേറ്റഡ് ആണ്. ഏഷ്യ 10+ അവൈലബിൾ ആണ്, യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. പക്ഷെ നെറ്റ്ഫ്ലിക്സ് കിട്ടിയിട്ടില്ല. മേ ബി ഫ്യൂച്ചർ അപ്ഡേറ്റ്സ് വരെ കിട്ടാൻ ചാൻസ് ഉണ്ട്. 6.67 ഇഞ്ചിന്റെ അമോലെഡ് ഡിസ്പ്ലേ ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. കളർ അക്യുറസി ഒക്കെ സൂപ്പറാണ്. പക്ഷേ ഇവിടെ LTPS ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, LTPO അല്ല. LTPS ഡിസ്പ്ലേയുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 30 to 120 ഹെഡ്സ് മാത്രമേ നമ്മുടെ റിഫ്രഷ് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യത്തുള്ളൂ. സോ നമുക്ക് LTPOയിൽ കിട്ടുന്ന ഒരു ബാറ്ററി ബാക്കപ്പ് ഇതിൽ കിട്ടത്തില്ല. ബ്രൈറ്റ്നെസിന്റെ കാര്യം പറയുമ്പോൾ പീക്ക് ബ്രൈറ്റ്നസ് വന്നിട്ട് 4500 നിറ്റ്സ് ആണ്. വെളിയിൽ നമുക്കൊരു 1600 നിറ്റ്സിലൊക്കെ കിട്ടും. സോ നമുക്ക് വെളിയിൽ പോകുമ്പോൾ യാതൊരു ബുദ്ധിമുട്ടും കാണത്തില്ല ഡിസ്പ്ലേ യൂസ് ചെയ്യാൻ. സ്പീക്കേഴ്സിന്റെ കാര്യം പറയുമ്പോൾ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു സൗണ്ട് ക്വാളിറ്റി തന്നെയാണ് നമുക്ക് ഫോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. ബ്ലൂടൂത്ത് വേർഷൻ 5.3 ആണ്. വൈഫൈ 7 അവൈലബിൾ ആണ്. NFC അവൈലബിൾ ആണ്. പ്രൊസസ്സറിന്റെ കാര്യത്തിൽ ഞാൻ വളരെ ഡിസപ്പോയിന്റഡ് ആണ്. ഞാനെന്നല്ല, ഫോൺ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫോണിന്റെ ഫീച്ചേഴ്സ് നോക്കി ഫോൺ എടുക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളും ഡിസപ്പോയിന്റഡ് ആവും. കാരണം ഇത്രയും പ്രൈസ് റേഞ്ച് കൊടുത്തിട്ടും നമുക്ക് വളരെ കുറഞ്ഞൊരു ചിപ്സെറ്റ് ആണ് നമുക്ക് നത്തിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. വളരെ മോശമെന്ന് തന്നെ പറയാം. കാരണം ഇപ്പോൾ നമ്മുടെ ഷവോമി 15 ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് സ്നാപ്ഡ്രാഗന്റെ 8 Elite ചിപ്സെറ്റ് ആണ്. സോ നമ്മൾ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിൽ നിന്ന് അത് പ്രതീക്ഷിക്കുന്നത് കൊണ്ട് യാതൊരു തെറ്റുമില്ല.
പ്രത്യേകിച്ച് ഇത്രയും പ്രൈസ് റേഞ്ചിന് നമുക്ക് ഒരു ഫോണാണ് നമുക്ക് നത്തിങ് ആര് പ്രൊവൈഡ് ചെയ്യുന്നെങ്കിൽ നമ്മൾ അത് പ്രതീക്ഷിക്കുന്നത് കൊണ്ട് യാതൊരു തെറ്റുമില്ല. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ചിപ്സെറ്റ് എന്ന് പറഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 8s Gen 4ന്റെ ചിപ്സെറ്റ് ആണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം വന്നിട്ട് ആൻഡ്രോയിഡ് 15 വിത്ത് നത്തിങ് OS 3.5 ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാ നത്തിങ് ഫോണിലും നമുക്കൊരു ക്ലീൻ ഇന്റർഫേസ് ആണ് കിട്ടുന്നത്. ഇവിടെയും അത് തന്നെയാണ്, അതിൽ യാതൊരു വ്യത്യാസവും ഇല്ല. പിന്നെ വ്യത്യാസം വരുന്നത് ആൻഡ്രോയിഡ് അപ്ഡേറ്റിലും സെക്യൂരിറ്റി പാച്ചിലും ആണ്. അതൊരു നല്ല കാര്യമായിട്ട് തോന്നി. 5 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 7 വർഷത്തെ സെക്യൂരിറ്റി പാച്ചും ആണ് നമുക്ക് നത്തിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. സ്റ്റോറേജ് LPDDR5Xന്റെ 12ഉം 16ഉം GB റാം ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. 256ന്റെയും 512ന്റെയും ഇന്റേണൽ സ്റ്റോറേജ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതും UFS 4.0. അതൊരു നല്ല മുന്നേറ്റമാണ്. ക്യാമറയുടെ കാര്യം പറയുമ്പോൾ ഒരു പുതിയ ഡിസൈൻ ആണ് നത്തിങ് നമുക്ക് തരുന്നത്. 3ഉം 50 MB ലെൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല സെൽഫി ക്യാമറയും 50 MB ലെൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. മെയിൻ ലെൻസ് വന്നിട്ട് 50 MB ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അൾട്രാ വൈഡും 50 MB ആണ്. പെരിസ്കോപ്പും 50 MB ലെൻസ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫോട്ടോസിന്റെ ക്വാളിറ്റിയുടെ കാര്യം പറയുമ്പോൾ എടുത്തു പറയാലോ, ഭയങ്കര ക്വാളിറ്റി ഫോട്ടോസ് ഒന്നും അല്ല തരുന്നത്. കാരണം നമ്മൾ ഷവോമിയും വിവോ ഒക്കെ യൂസ് ചെയ്തിട്ട് എന്ന് വെച്ചാൽ ആ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോൺ യൂസ് ചെയ്തിട്ട് ഇതൊരു ഫ്ലാഗ്ഷിപ്പ് എന്നും പറഞ്ഞ് ഇറക്കിയിട്ട് ആ ഒരു ക്വാളിറ്റി ഫോട്ടോസ് അല്ല ശരിക്കും നമുക്ക് നത്തിങ് പ്രസന്റ് ചെയ്യുന്നത്. കൊള്ളില്ല എന്നല്ല, പക്ഷെ ഇത്രയും പ്രൈസ് റേഞ്ചിന് ഇറക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു എന്ത് പറയാനോ, കാണുമ്പോൾ കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു ചേല അതിനുണ്ടായിരിക്കണം. ആ ഒരു ഭംഗി ഫോട്ടോസിനുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഒന്ന്, നാച്ചുറൽ കളേഴ്സ് അല്ല കിട്ടുന്നത്. ചിലയിടത്ത് കളർ കൂടിയും ചിലയിടത്ത് കളർ കുറഞ്ഞും ഒക്കെയാണ് കിട്ടുന്നത്. സ്കിൻ ടോൺ ആയാലും പലയിടത്തും സ്മൂത്തനൊക്കെ ആയിട്ടുണ്ട്, ബ്രൈറ്റ്നെസ് കൂടുന്നുണ്ട്. പോർട്രേറ്റ് ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് എച്ച് ഡിറ്റക്ഷൻ ഒന്നും അത്ര പോരാ. പക്ഷെ മാക്രോ ലെൻസിൽ ഫോട്ടോസ് വളരെ നല്ലതാണ്. വീഡിയോ റെക്കോർഡിങ്ങിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും 4K 60 FPS നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും 3 ലെൻസിലും. അതൊരു നല്ല ഇതായിട്ട് തന്നെ വിചാരിക്കാം. സ്റ്റെബിലിറ്റിയും കുഴപ്പമൊന്നുമില്ല. ഇനി സെൽഫി ക്യാമിന്റെ കാര്യം പറയുമ്പോൾ 50 MB ലെൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സെൽഫി ഡീറ്റെയിലിംഗ് ഒക്കെ ഓക്കെ ആണ്, കൊള്ളാം. നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിക്കുള്ള സെൽഫീസ് തന്നെയാണ് തരുന്നത്. വീഡിയോ റെക്കോർഡിങ്ങും നമുക്ക് 4K 60 FPS ഫ്രണ്ടിലും അവൈലബിൾ ആണ്. വേറൊരു നല്ല പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ബാക്കില് ലെൻസിന്റെ നടുക്കായിട്ട് ഒരു ചുവന്ന LED ലൈറ്റ് ഉണ്ട്. അത് നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്കും ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. ബാറ്ററിയുടെ കാര്യത്തിലും വളരെ വളരെ ഡിസപ്പോയിന്റഡ് ആണ്. കാരണം 5500 mAh ബാറ്ററി മാത്രം പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അത് വളരെ മോശമായിപ്പോയി. ഒരു 6000 തരാമായിരുന്നു. ഈ ഫോണിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 4 തരത്തിൽ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ഒന്ന് വയർഡ് ചാർജിങ് ആണ്, അത് നമുക്കൊരു 65 വാട്ടിന് കിട്ടും. രണ്ടാമത്തെ വയർലെസ് ചാർജിങ് ആണ്, അതൊരു 15 വാട്ടിന് നമുക്ക് കിട്ടും. മൂന്നാമത്തെ റിവേഴ്സ് ചാർജിങ് ആണ്, അതൊരു 7.5 വാട്ടിന് കിട്ടും. നാലാമത്തത് വയർലെസ് റിവേഴ്സ് ചാർജിങ് ആണ്, അത് നമുക്കൊരു 5 വാട്ടിന് കിട്ടും. പിന്നെ എസെൻഷ്യൽ കീ അവൈലബിൾ ആണ്. അറിയാലോ, നമ്മൾ 3A കണ്ടതുപോലെ തന്നെ ഇതിലും ഒരു എസെൻഷ്യൽ കീ ഉണ്ട്. നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാനും ആ സ്ക്രീൻഷോട്ട് എടുത്ത സാധനം ഒരിടത്ത് എസെൻഷ്യൽ സ്പേസ് സ്റ്റോർ ചെയ്ത് പിന്നെ നമുക്ക് അതിൽ വേണമെങ്കിൽ നോട്ട് വെക്കാനും പിന്നെ റിമൈൻഡർ വെക്കാനും ഒക്കെ നമുക്ക് പറ്റും. അതുപോലെ തന്നെ ഇതിൽ AI ഫീച്ചേഴ്സും അവൈലബിൾ ആണ്. അതിൽ എടുത്തു പറയേണ്ട ഒരു AI ഫീച്ചർ ആണെന്ന് പറഞ്ഞാൽ AI ന്യൂസ് ആണ്. നത്തിങ്ങിന്റെ ന്യൂസ് ആണ്. ആ ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വിഡ്ജറ്റ് തന്നെ കിട്ടും. ആ വിഡ്ജറ്റ് നമ്മൾ ഓൺ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ന്യൂസ് അവർ റീഡ് ചെയ്ത് തരും. വളരെ നോർമൽ ഇംഗ്ലീഷിൽ തന്നെയാണ് റീഡ് ചെയ്യുന്നത്. സോ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമുക്ക് ന്യൂസ് ഒക്കെ കസ്റ്റം ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ന്യൂസ് ആണ് കേൾക്കാൻ കൂടുതൽ ഇഷ്ടമെങ്കിൽ നമുക്ക് അതനുസരിച്ച് അത് കസ്റ്റം ചെയ്യാൻ പറ്റും. ഇപ്പൊ ടെക് ന്യൂസ് ആണെങ്കിൽ ടെക് ന്യൂസ്, ഫാഷൻ ആണെങ്കിൽ ഫാഷൻ. പിന്നെ ഗെയിമിങ്ങിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും നമുക്ക് ഔട്ട് ഓഫ് ദ ബോക്സ് 120 FPS നല്ലോണം സ്മൂത്ത് ആയിട്ട് കളിക്കാൻ പറ്റും. അതിലൊന്നും വലിയ കുഴപ്പമില്ല. ഗ്രാഫിക്സും ഓക്കെയാണ്. പക്ഷെ നമ്മള് കുറച്ച് ഒരു അരമണിക്കൂറൊക്കെ നല്ല ഹെവി ടാസ്ക് ചെയ്യാണ് എങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഒരു 1-1.5 മണിക്കൂറൊക്കെ ഗെയിം കണ്ടിന്യൂസ്ലി കളിക്കുകയാണ് എങ്കിൽ നമ്മുടെ ഫോൺ അല്പം ഹീറ്റ് ആവുന്നത് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. മേ ബി അലുമിനിയം ഫ്രെയിം ആയതുകൊണ്ടാവാം. കാരണം ഈ ഒരു ഇഷ്യൂ നമ്മൾ പോക്കോയിലും കണ്ടായിരുന്നു. ഓവറോൾ റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ഫോണിൽ പ്രത്യേകിച്ച് അല്ലെങ്കിൽ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ അല്ലെങ്കിൽ മറ്റു നത്തിങ് ഫോണുകളിൽ നിന്ന് ഇതെന്തുകൊണ്ട് വേറിട്ട് നിൽക്കുന്നു എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അതിന് എനിക്ക് ഉത്തരമില്ല. ആകെ ആ ഡോട്ട് മെട്രിക്സ് മാത്രമായിരിക്കും ചിലപ്പോൾ അതിൽ വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത്. പിന്നെ ക്യാമറ
ലെൻസും. പക്ഷെ ഞാൻ പറയാലോ, ഈ ലെൻസ് നമുക്കൊരു 50 MB 3 ട്രിപ്പിൾ ലെൻസ് തന്നിട്ടുണ്ടെങ്കിലും ആ ഒരു ക്വാളിറ്റി നമുക്ക് ഫോട്ടോസിൽ കിട്ടുന്നില്ല. അതിനെക്കാട്ടിലും ഒക്കെ വളരെ നല്ല ഫോട്ടോ ക്വാളിറ്റി നമുക്ക് വിവോയും ഷവോമിയും ഒക്കെ തരുന്നുണ്ട്. എനിക്ക് നത്തിങ്ങിൽ എടുത്ത ഈ ഒരു പ്രൈസ് റേഞ്ചിന് ഈ ഒരു ഫോട്ടോ ക്വാളിറ്റി എനിക്ക് ഞാൻ അത്രയും സാറ്റിസ്ഫൈഡ് അല്ല. 30,000 താഴെയുള്ള ഫോണുകളിൽ കിട്ടുന്ന ചിപ്സെറ്റ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബാറ്ററി ലൈഫ് ഒക്കെ 5500 എന്ന് പറയുന്നത് വളരെ കുറവാണ്. സോ എനിക്കിതൊരു ഈ ഒരു പ്രൈസിന് വെർത്താണെന്ന് എനിക്ക് ഫീൽ ചെയ്തില്ല. ഈ നത്തിങ് ഫോണിന്റെ ഹൈലൈറ്റ്സും ഡ്രോബാക്സും കൂടെ ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. കാരണം ഈ വീഡിയോ തന്നെ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഇത് അല്പം കൂടുതൽ ലോങ് ആയിപ്പോകും. സോ ഞാൻ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ഇച്ചിരി ലോങ് ആണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നെക്സ്റ്റ് പുതിയൊരു വീഡിയോ ആയിട്ട് അത് ഹൈലൈറ്റ്സും ഡ്രോബാക്സും മാത്രമായിട്ട് ചെയ്യാന്ന്. സോ അതും കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.